CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തരിച്ച നടൻ മേഘനാഥന് ജന്മനാട് വിട നൽകി. മൃതദേഹം വൈകിട്ട് ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സിനിമ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെത്തി. ഭർത്താവ് നിരന്തരമായി ശാരീരിക ഉപദ്രവമേൽപ്പിച്ചതായി യുവതിയുടെ പരാതി. മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി കരാളിൽ വീട്ടിൽ സൽമാനെതിരെയാണ് പരാതിയുമായി ഭാര്യ ജുഹാന രംഗത്തു വന്നത്. ഷൊർണൂരിൽ തീവണ്ടിയിടിച്ച് 4 കരാർ തൊഴിലാളികൾ മരിച്ച അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കരാറുകാരനും റെയിൽവേക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ദേശീയ കമ്മീഷൻ അംഗം ഡോക്ടർ PP വാവ. അപകടം നടന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഷൊർണൂരിലെ റെയിൽവേ പാലത്തിൽ പരിശോധന നടത്തിയ ശേഷമായിരുന്നു പ്രതികരണം. നവംബർ 25 മുതൽ 29 വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ P. സുനീജ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തരിച്ച നടൻ മേഘനാഥന് ജന്മനാട് വിട നൽകി. മൃതദേഹം വൈകിട്ട് ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെത്തി. വിഖ്യാത നടൻ ബാലൻ K. നായരുടെ മകനാണ് മേഘനാഥൻ. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഷൊർണൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെത്തി. മുൻമന്ത്രി AK ബാലൻ, MLA മാരായ P. മമ്മിക്കുട്ടി, മുഹമ്മദ് മുഹസിൻ, സിനിമാ താരങ്ങളായ സിജു വിൽസൺ, കോട്ടയം നസീർ, സീമാജി നായർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആരാധകരും എത്തി. തറവാട്ടുവീട്ടിൽ പിതാവ് ബാലൻ K. നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്താണ് അന്ത്യവിശ്രമം. വില്ലൻ വേഷങ്ങളിലൂടെയും ക്യാരക്ടർ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ച മേഘനാഥൻ 50ഓളം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജനിച്ച മേഘനാഥന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷനിൽ നിന്നായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി. 1983-ൽ PN മേനോന്റെ അസ്ത്രം സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്. സിനിമയ്ക്കൊപ്പം കൃഷിയെയും ഇഷ്ടപ്പെട്ടിരുന്ന മേഘനാഥൻ മികച്ച കർഷകൻ കൂടിയായിരുന്നു. 2022-ൽ റിലീസ് ചെയ്ത കൂമനാണ് അവസാന ചിത്രം. CCN ഷൊർണൂർ. ഭർത്താവ് നിരന്തരമായി ശാരീരിക ഉപദ്രവമേൽപ്പിച്ചതായി യുവതിയുടെ പരാതി. മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി കരാളിൽ വീട്ടിൽ സൽമാനെതിരെയാണ് പരാതിയുമായി ഭാര്യ ജുഹാന രംഗത്ത് വന്നത്. കഴിഞ്ഞ 10-ാം തീയതി തലേന്നു രാത്രി വീട്ടിലെത്താൻ വൈകിയതിന്റെ കാരണം അന്വേഷിച്ചതിനാണ് തന്നെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജുഹാന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മർദ്ദനത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. ശാരീരിക മാനസിക പീഡനം സഹിക്കാനാവാതെ പലതവണ സ്വന്തം വീട്ടിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. മധ്യസ്ഥർ ഇടപെട്ടപ്പോഴുള്ള ഉറപ്പിന്മേലാണ് ഭർത്താവിന്റെ വീട്ടിലേക്കു തന്നെ പിന്നീട് താമസം മാറിയത്. അന്യ സ്ത്രീകളുമായി ഫോണിൽ ചാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്തതിലും ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിരുന്നതായി ജുഹാന വിശദീകരിച്ചു. അങ്ങനെ മക്കൾ പോയി അവർക്ക് പനി അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിരന്തരം തുടർന്നുകൊണ്ട് അതിന്റെ തലേന്നും ഇന്നെ ദ്രോഹിക്കാണ്, അതിന്റെ ഒരാഴ്ച ഇത്
സംഭവം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരിക. അപ്പൊ ഉപ്പാനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആളിപ്പോഴും ഇന്നലെ രാത്രി വന്നിട്ടില്ല, ഇവിടുത്തെ പോയെന്നുള്ളത് അറിയാന്നുള്ളത് വെച്ചാൽ പിന്നെ ഒരു പ്രയാസം വരികയാണല്ലോ. അപ്പൊ എന്തിനാ പോയെന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് എന്നെ ഉപദ്രവിച്ചത്. അപ്പൊ ആള് ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുമ്പോ ആ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുന്നിൽ വെച്ച് പിന്നെ കൈയിട്ട് ചുമലിലടിച്ച് ഇതാക്കുക, ഈ മുഖത്തിന്റെ വായിന്റെ ഭാഗം ഇടിക്കുക, അതുപോലെ ഈ കണ്ണ് ഒക്കെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുന്നിൽ വെച്ച് ഇന്നെ തള്ളിയിട്ട് ഉരക്ക് ചവിട്ടുക, അങ്ങനെ നിരന്തരം പല കാരണങ്ങള് ആള് ചെയ്ത് തെറ്റ് മറയ്ക്കാൻ വേണ്ടിട്ട് ഇന്ന കള്ളത്തിയാക്കി അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരിക, എന്നിട്ട് ഇന്ന ഓരോ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുക. ശാരീരികമായി ഉപദ്രവിക്കുന്നതിനെതിരെ കോടതിയുടെ സംരക്ഷണ ഉത്തരവുണ്ടായിരിക്കെയാണ് ഇത്തരത്തിൽ മർദ്ദനം നടന്നത്. പ്രതിക്ക് ഉന്നതങ്ങളിൽ ബന്ധമുള്ളതുകൊണ്ടാണ് ജാമ്യം ലഭിക്കാത്ത കേസായിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതെന്നും സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നടപടി വേണമെന്നും യുവതി ആവശ്യപ്പെട്ടു. മാതാവ് സുചീറ, ബന്ധു മോയി വയലേറ്റ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. ചിട്ടിപ്പൈസ നൽകിയില്ല മണ്ണാർക്കാട് കാരാട്ട കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ സന്തോഷ് മുബഷീർ എന്നിവർക്കെതിരെ പരാതി. മണ്ണാർക്കാട് സ്വദേശി ബിബിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 13 മാസം മുൻപ് 25,000 രൂപ മാസവരിയുള്ള 5 ലക്ഷം രൂപയുടെ കുറിയിൽ ചേർക്കുകയും ഇതുവരെ 3,18,500 രൂപ അന്യായക്കാരൻ അടയ്ക്കുകയും ചെയ്തു. 4,62,500 രൂപയ്ക്ക് കുറി വിളിച്ചെടുത്തു. എന്നാൽ കൊടുക്കേണ്ട കുറിപ്പണം കൊടുക്കാതെ സ്ഥാപനം പൂട്ടിയെന്നാണ് പരാതി. മണ്ണാർക്കാട് സ്വദേശി ബിബിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇത്തരത്തിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. CCN മണ്ണാർക്കാട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇക്കഴിഞ്ഞ ഹജ്ജ് കർമ്മം നിർവഹിച്ചവരുടെ സൗഹൃദ സംഗമം മണ്ണാർക്കാട് കുന്തിപ്പുഴ KH ഓഡിറ്റോറിയത്തിൽ നടന്നു. കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലാഹുവിന്റെ മാത്രം ആഗ്രഹിച്ച് പുറപ്പെട്ട വിശ്വാസികളായ നമ്മളുടെ ഇടയിൽ യാത്ര എന്നുള്ളത് തീർത്തും അതിന് പുണ്യകർമ്മമാണ്. യാത്രയുടെ പുണ്യകർമ്മം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഹജ്ജ് നിർവഹിച്ചു തിരിച്ചു വീട്ടിലെത്തുന്നവരേക്കും പുണ്യകർമ്മമായിട്ടാണ് ഓരോ ചലനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഒരു പുണ്യമായ ഒരു യാത്രയിൽ ഇങ്ങനെ ഒന്നിച്ച് കൂടി യാത്ര ചെയ്തു തിരിച്ച് എത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് IX 3011 ജൂൺ 2 യാത്ര ചെയ്ത 150-ൽ പരം തീർത്ഥാടകരാണ് സംഗമത്തിൽ ഒത്തുചേർന്നത്. N ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയായി. സംഘാടക സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് അധ്യക്ഷനായി. ദൗത്യ നിർവഹണത്തിൽ സമർപ്പിത സേവനം ചെയ്ത ഖാദിമുൽ ഹുജാജ് ഷാനവാസിന് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി. മണ്ണാർക്കാട് വലിയ പള്ളി ഇമാം നിസാമുദ്ദീൻ ഫൈസി ഹാജിമാരുടെ ശിഷ്ടകാല ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. N ഷാനവാസ്, ഉമ്മർ സഖാഫി, T ഷർഫുദ്ദീൻ മൗലവി, K ഖാലിദ് ഫൈസി, അബ്ദുൽ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്. നവംബർ 25 മുതൽ 29 വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P സുനീജ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് A മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സുനിതകുമാരി സ്വാഗതവും പ്രിൻസിപ്പൽ PS ആര്യ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സംഘടനാ പ്രതിനിധികൾ MN വിനോദ്, സതീഷ് മോൻ, C രണദിവേ, AJ ശ്രീനി, ഷാജി തെക്കേതിൽ, സിദ്ദിഖ് പാറക്കോട്, കാസിം കുന്നത്ത്, അബ്ബാസ് വല്ലപ്പുഴ, പ്രോഗ്രാം കൺവീനർ NP പ്രിയേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സാദത്ത് ഷമീൽ തുടങ്ങിയവർ പങ്കെടുത്തു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ 10,000-ഓളം കുട്ടികൾ പങ്കെടുക്കും. CCN കടമ്പഴിപ്പുറം. സ്കിൻ ആൻഡ് ഹെയർ കോസ്മെറ്റോളജി ചികിത്സ ശ്രീകൃഷ്ണപുരത്തും. സൗന്ദര്യ സങ്കല്പങ്ങൾ സഫലമാക്കാൻ കോസ്മോ ലൈഫ് കോസ്മെറ്റോളജി ബ്യൂട്ടി പാർലർ ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹോമിയോപ്പതിയിലുള്ള നാച്ചുറൽ ചികിത്സയാണ് ഇവിടെ നൽകുന്നത്. ഡോക്ടർ നിവേദിയുടെ മുഴുവൻ സമയ സേവനവും ഇവിടെ ലഭ്യമാണ്.
സ്വന്തം സൗന്ദര്യത്തെ നിലനിർത്താനും സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആഘോഷങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാനും ഇനി ശ്രീകൃഷ്ണപുരത്തുകാർക്ക് ആശങ്ക വേണ്ട. കോസ്മോ ലൈഫ് കോസ്മെറ്റോളജി ബ്യൂട്ടി പാർലർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. ഹോമിയോപ്പതിയിലുള്ള കോസ്മെറ്റോളജി ചികിത്സയാണ് കോസ്മോ ലൈഫ് കോസ്മെറ്റോളജി ബ്യൂട്ടി പാർലറിൽ നൽകുന്നത്. പ്രധാനമായും സ്കിൻ ആൻഡ് ഹെയർ ചികിത്സയാണ് നൽകുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ നിവേത. ഇവിടെ ശ്രീകൃഷ്ണപുരത്ത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംരംഭമായിരുന്നു. ഞങ്ങളിപ്പോൾ അത് ഉദ്ഘാടനം ആയിട്ട് ബ്യൂട്ടി പാർലർ പ്ലസ് കോസ്മെറ്റോളജി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്സും ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കോസ്മെറ്റോളജി ട്രീറ്റ്മെൻ്റ് ആണ്. അതിൽ ബേസിക്കലി വരുന്നത് നമ്മുടെ സ്കിൻ ആൻഡ് ഹെയറിനെ സപ്പോർട്ട് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. നമ്മളുടെ ഈ ശ്രീകൃഷ്ണപുരത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ നാട്ടിൽ ഇപ്പോൾ പുതിയതായി കണ്ടുവരുന്ന ഒരു ട്രെൻഡായിട്ട് വരുന്നതാണ് കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ്സ്. പക്ഷേ ഇവിടെ ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഇത് ഹോമിയോപ്പതി ബേസ്ഡ് ആണ് കോസ്മെറ്റോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അത് പരമാവധി നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബേസിക്കലി നമ്മൾ കൊടുക്കുന്നത് ഹെയറിൽ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ, നമ്മൾക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനാണ് നമ്മൾ ഇവിടെ ആദ്യം കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സാമിൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെഷൻസ് നമ്മൾ എത്ര തവണ എടുക്കണം, ക്ലിയർ ആവണം എന്നുള്ളതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതാണ് കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ്സിൽ ബേസിക് ആയിട്ട് വരുന്നത്. സ്കിൻ ടാഗ്സ്, സ്കിന്നിൽ വരുന്ന മാർക്സ് അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടി പാർലറും അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് മോർ കൺവീനിയൻ്റ് ആണ്. കാരണം രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ ഈസിയാണ്. പിന്നെ അതും പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. സോ അതാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബേസിക്കലി. ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കോസ്മെറ്റോളജി ചികിത്സ ലഭിക്കും. ഇതോടൊപ്പം ബ്യൂട്ടി പാർലറും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ളതാണ്. ഫേഷ്യൽ, ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ കട്ട്, ബ്രൈഡൽ ഡ്രസ് സ്റ്റിച്ചിങ് തുടങ്ങി എല്ലാവിധ ഹെയർ ആൻഡ് സ്കിൻ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭിക്കും. നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും കോസ്മെറ്റോളജി ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ബ്യൂട്ടി പാർലറിൽ സ്ത്രീകളും കുട്ടികളുമാണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. ലൈഫ് ഹോമിയോപ്പതി ക്ലിനിക്കിൽ ഡോക്ടർ നിവേദയുടെ മുഴുവൻ സമയ സേവനവും ഇവിടെ ലഭ്യമാണ്. അടയ്ക്കാപുത്തൂരും ലൈഫ് ഹോമിയോപ്പതി ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോസ്മോ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ശ്രീകൃഷ്ണപുരത്തുള്ള സ്ഥാപനം നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നു വിചാരിക്കുന്നു. അത് രണ്ടിൻ്റെ ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ലൈഫ് ഇസ് ഹോമിയോപ്പതി, കംപ്ലീറ്റ്ലി ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോസ്മോ ലൈഫ് എന്ന് പറയുന്നത് കോസ്മെറ്റോളജി പ്ലസ് ഹോമിയോപ്പതിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളും കുടുംബാംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു.
CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുര റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുര ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നിയന്ത്രിക്കുന്ന സമയം ദേഷ്യമെന്ന് അച്ഛനെ വെറുത്തുകൊണ്ട് അച്ഛനെന്ന് ഇല്ലാതായാൽ മതി എന്നടക്കം ചില സമയത്ത് നിങ്ങൾ അറിയാതെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, പെൺകുട്ടികൾക്ക് പറഞ്ഞ അതേ വാക്ക് the father is the best teacher for every girl child. അതിന് കാരണം ഇത് തന്നെയാണ് മക്കളെ. ആ അച്ഛൻ എന്ന സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളെ പോലെ തന്നെ യൂണിഫോം ഇട്ട് പഠിച്ച ഏതോ ഒരു സ്കൂളിൽ ഇത്രയും കോളേജിലൊന്നും പഠിച്ചിട്ടില്ലടാ, ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ലടാ നിന്റെ അച്ഛന്. പക്ഷേ ഒരു ആൺകുട്ടി പഠിക്കുന്ന സമയം ഏതൊക്കെ തരത്തിൽ തെറ്റായ വഴികൾ, തെറ്റായ ഫ്രണ്ട്ഷിപ്പ്, തെറ്റായ ശീലം ഇതെല്ലാം മനസ്സിലാക്കിയ റോട്ടറി ക്ലബ് പ്രസിഡന്റ് S. മോഹനൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ EV വിശ്വനാഥൻ, ഡോക്ടർ U. സംഗീത, SR ഹബീബുള്ള, P. കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. വിഖ്യാത ലഹരി വിരുദ്ധ പ്രഭാഷകൻ പാലക്കാട് സെൻട്രൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ A. അബ്ദുൽ ബാസിത്താണ് ക്ലാസ് നയിച്ചത്. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലാ കരാട്ടെ ഡു അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 45ാമത് മലപ്പുറം ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 23, 24, ഡിസംബർ 8 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടക്കുന്ന ജില്ലാ കരാട്ടെ ഡു അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് നവംബർ 23, 24, ഡിസംബർ 8 എന്നീ ദിവസങ്ങളിൽ മഞ്ചേരി തുറക്കൽ HMS AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ മത്സരം ഉദ്ഘാടനം ചെയ്യും. നവംബർ 23-ന് ജൂനിയർ വിഭാഗത്തിലും നവംബർ 24-ന് സീനിയർ വിഭാഗത്തിലും ഡിസംബർ 8-ാം തീയതി സബ് ജൂനിയർ വിഭാഗത്തിലും മത്സരങ്ങൾ നടക്കും. മത്സരത്തിൽ വിജയികളാവുന്ന 1ഉം 2ഉം സ്ഥാനം നേടുന്നവർ ഡിസംബർ അവസാന വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. പല സംഘടനകൾ ഇതുപോലെ തന്നെ എല്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നും പേരിൽ ചാമ്പ്യൻഷിപ്പ് നടത്തുകയും കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളെ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യണം. കുട്ടികളുടെ അവസരം നല്ല ഒരു ചാമ്പ്യൻഷിപ്പ് ഇരിക്കെ മറ്റുള്ള പേര് അറിയാതെ പോയി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെയും മറ്റ് ജില്ലകളിലും കാണുന്നുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന 1, 2 സ്ഥാനക്കാര് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ അർഹത നേടി ഇവിടുന്ന് പോകും. അസോസിയേഷനിൽ പേര് ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾ നവംബർ 21-ാം തീയതിക്കുള്ളിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ T. ഷാഫി, ചന്ദ്രൻ, KP ശിവാനന്ദൻ, വിമൽ KP എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCN മലപ്പുറം. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തേലക്കാട് വെച്ച് നവകേരള മുന്നേറ്റവും മാധ്യമ നിലപാടും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. AKG പെരിന്തൽമണ്ണയിൽ വന്നുകൊണ്ട് പ്രമാദമായ ഒരു പ്രസംഗം നടത്തിയത് അദ്ദേഹം ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരോടും ഇവിടെയുള്ള കോൺഗ്രസ്സുകാരോടും അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ എന്തു ക്വിറ്റ് ഇന്ത്യ സമരമാണ് നടക്കുന്നത്? ഇവിടെയുള്ള മാപ്പിളമാരായ കർഷക പോരാളികൾ നിങ്ങൾ വാരിയൻ കുന്നന്റെ പേര് പറയുന്നില്ല, ആലി മുസ്ലിയാരുടെയും നാരായണ മേനോന്റെയും ഒന്നും. M. ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഭൂട്ടാനിൽ നടക്കുന്ന സൗത്ത് ഏഷ്യൻ ഫുട്ബോളിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K. ഫസീനെ DYFI ജില്ലാ സെക്രട്ടറി K. ശ്യാംപ്രസാദ് ആദരിച്ചു. P. ഗോവിന്ദപ്രസാദ്, M. മുസ്തഫ, M. ശശിധരൻ, ഷെറീന, ജ്യോതി എന്നിവർ സംസാരിച്ചു. P. K. ജാഫർ ബാബു സ്വാഗതവും നജ്മുദ്ദീൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ഷൊർണൂരിൽ തീവണ്ടിയിടിച്ച് 4 കരാർ തൊഴിലാളികൾ മരിച്ച അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കരാറുകാരനും റെയിൽവേക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ദേശീയ കമ്മീഷൻ അംഗം ഡോക്ടർ PP വാവ. അപകടം നടന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഷൊർണൂരിലെ റെയിൽവേ പാലത്തിൽ പരിശോധന നടത്തിയ ശേഷമായിരുന്നു പ്രതികരണം. ശുചീകരണ തൊഴിലാളികളുടെ അവസ്ഥകൾ പഠിക്കുകയും അവ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് ശുപാർശ സമർപ്പിക്കുകയും ചെയ്യുന്ന കമ്മീഷനാണിത്. ശുചീകരണ തൊഴിലാളികൾ പാലത്തിനു കുറുകെ നടക്കുന്നത് തടയാൻ റെയിൽവേക്ക് സാധിച്ചില്ല.
കരാറുകാരനോ റെയിൽവേയുടെ സൂപ്പർവൈസറോ കൂടെയുണ്ടായിരുന്നെങ്കിൽ അപകടമുണ്ടാകില്ലായിരുന്നു. പാലത്തിൽ മാലിന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശുചീകരണത്തിനായി 4 പേർക്കും പാലത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ഇവർ റോഡ് മാർഗമാണ് തിരിച്ചു പോരേണ്ടിയിരുന്നതെന്ന് സൂപ്പർവൈസർക്കോ കരാറുകാരനോ നിർദ്ദേശിക്കാമായിരുന്നെന്നും കമ്മീഷൻ വിലയിരുത്തി. തൊഴിലാളികൾക്ക് സുരക്ഷാ സംവിധാനങ്ങളോ ഇൻഷുറൻസ് പരിരക്ഷയോ കരാറുകാരൻ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും കമ്മീഷൻ കണ്ടെത്തി. തുടർന്ന് ഡിവിഷൻ ആസ്ഥാനത്തും റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തി. ഉടൻ കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നും തൊഴിലാളികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ അംഗം ഡോക്ടർ പി വാവ, സംസ്ഥാന നോഡൽ ഓഫീസർ അഡ്വക്കേറ്റ് ഗോപി കൊച്ചുരാമൻ എന്നിവർ പറഞ്ഞു. CCN ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച നടൻ മേഘനാഥന് ജന്മനാട് വിട നൽകി. മൃതദേഹം വൈകിട്ട് ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സിനിമ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെത്തി. ഭർത്താവ് നിരന്തരമായി ശാരീരിക ഉപദ്രവമേൽപ്പിച്ചതായി യുവതിയുടെ പരാതി. മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി കരാളിൽ വീട്ടിൽ സൽമാനെതിരെയാണ് പരാതിയുമായി ഭാര്യ ജുഹാന രംഗത്തു വന്നത്. ഷൊർണൂരിൽ തീവണ്ടി ഇടിച്ച് 4 കരാർ തൊഴിലാളികൾ മരിച്ച അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കരാറുകാരനും റെയിൽവേക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ദേശീയ കമ്മീഷൻ അംഗം ഡോക്ടർ പി വാവ. അപകടം നടന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഷൊർണൂരിലെ റെയിൽവേ പാലത്തിൽ പരിശോധന നടത്തിയ ശേഷമായിരുന്നു പ്രതികരണം. നവംബർ 25 മുതൽ 29 വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനീജ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.